സഭാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച സിസ്റ്റർ ലൂസിക്കെതിരെ രാഷ്ട്രീയ പ്രവർത്തകയായ സിന്ധു ജോയ് രംഗത്ത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സിന്ധുവിന്റെ പ്രതികരണം. കുമാരി ലൂസി കളപ്പുരയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് സിന്ധു ജോയ് തുടങ്ങുന്നത്. സ്വന്തമായി വരുമാനമുള്ള, സഞ്ചരിക്കാൻ സ്വന്തം കാറുള്ള അപൂർവം കത്തോലിക്ക സന്യാസിനികളിൽ ഒരാളാണെന്നും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അംഗമായിരിക്കുന്ന സന്യാസിനി സഭയിൽ നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നക്കായെന്നുമാണ് സിസ്റ്റർ ലൂസിയെ വിശേഷിപ്പിക്കുന്നത്. സിന്ധു ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കുമാരി ലൂസിയോട് പറയാനുള്ളത്. ഇന്നലെ കേരളത്തിലെ വാർത്താ ചാനലുകളിൽ ചൂടുപിടിച്ച ചർച്ചകൾ കണ്ടു. വയനാട് ജില്ലയിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷൻ അംഗം സിസ്റ്റർ ലൂസി കളപ്പുരയെ മുഖ്യാതിഥിയാക്കിയ സായാഹ്ന ചർച്ചകൾ. സ്വാഭാവികമായും കത്തോലിക്ക സഭയെ ആവോളം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ആ വിചാരണ. സ്വന്തം മതവിശ്വാസത്തിനു വേണ്ടി പലതും വിട്ടുപേക്ഷിച്ചു പോന്ന ഒരാളെന്ന നിലയിൽ അതെന്നെ വല്ലാതെ നോവിച്ചുവെന്ന് പറയാതെ വയ്യ. വയനാട് ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് കുമാരി ലൂസി കളപ്പുര. സ്വന്തമായി വരുമാനമുള്ള, സഞ്ചരിക്കാൻ സ്വന്തം കാറുള്ള അപൂർവം കത്തോലിക്ക സന്യാസിനികളിൽ ഒരാൾ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി താൻ അംഗമായിരിക്കുന്ന സന്യാസിനി സഭയിൽ നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നക്കാരി. കുമാരി ലൂസിയോട് പറയാനുള്ളത് ഇവയാണ്: ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷന്റെ അന്തസ്സത്ത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു അവർ. ഇറ്റലിയിലെ അസീസിയുടെ തെരുവുകളിൽ ദാരിദ്ര്യത്തിന്റെ ചാക്കുവസ്ത്രമണിഞ്ഞു നടന്ന ഫ്രാൻസിസ് എന്ന സന്യാസി, അവന്റെ ദാരിദ്ര്യത്തിന്റെ വിശുദ്ധിയറിഞ്ഞ് പ്രഭുമന്ദിരം വിട്ടിറങ്ങിയ ക്ലാര എന്ന പെൺകുട്ടി. ഈ ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും സുഹൃത പുണ്യങ്ങളാണ് FCC എന്ന സന്യാസിനി സഭയുടെ ആന്തരിക സത്ത. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങൾ അൾത്താരയുടെ മുന്നിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചൊല്ലിയാണ് ഒരു സ്ത്രീ ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷനിൽ അംഗമാവുന്നത്. 4 വർഷത്തിലേറെ നീളുന്ന പരിശീലന പ്രക്രിയയുടെ അവസാനമാണത്. അതും കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതേ വ്രതങ്ങൾ ഏറ്റുചൊല്ലി വീണ്ടും നിത്യവ്രത വാഗ്ദാനം. അപ്പോഴാണ് കത്തോലിക്ക സഭയിൽ ഒരു സ്ത്രീ പൂർണ്ണമായും സന്യാസിനിയാകുന്നത്. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും സന്യാസത്തിൽ നിന്ന് പുറത്തു വരാമെന്ന് സാരം. കുമാരി ലൂസി കളപ്പുരയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. എന്നാൽ സന്യാസത്തിന്റെ ആവൃത്തിയിൽ അതിന് പരിമിതികളുണ്ട്. അതാണ് സന്യാസത്തിന്റെ കാതൽ. ഇന്ത്യയിലെ എല്ലാ സൈനിക വിഭാഗങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾക്ക് കമ്മീഷൻഡ് ഓഫീസർ റാങ്കിൽ സേവനം ചെയ്യാം. അതിനുവേണ്ടി അവർ ഒരു പരിശീലന പദ്ധതിയിലൂടെ കടന്നു പോകണം. സന്യാസത്തിന്റെ യൂണിഫോം ധരിക്കണം. സേനയിലെ അച്ചടക്കം പാലിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും അവർ അച്ചടക്ക നടപടിക്ക് വിധേയമാകും. ഒടുവിൽ പുറത്തുപോകും. കേരള പോലീസിലുമുണ്ട് വനിതകൾ. അവർക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. എന്തിന്, ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സും ഡോക്ടറുമൊക്കെ ഇത്തരം നിയമങ്ങൾ പാലിച്ചേ വെക്കൂ. ഇതാണ് ഒരു സന്യാസ സഭയിലും നടക്കുന്നത്. ആ സമൂഹത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചേ മതിയാവൂ. MD വാസുദേവൻ നായരുടെ 2ാം മൂഴം നോവലിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: മുറിവേറ്റ മൃഗത്തെ സൂക്ഷിക്കണം, അതാണ് ഏറ്റവും അപകടകാരി. ക്ഷതം 2 തരമുണ്ട്: ഉള്ളിൽ ഉണങ്ങാതെ കിടന്ന് വളർന്ന് പിന്നെ ഉണങ്ങാത്ത മുറിവായി നീറിക്കിടക്കുന്ന വിഷം വമിക്കുന്ന ക്ഷതം. മറ്റൊന്ന് ക്രിസ്തുവിന്റെ മുറിവ് പോലെ രക്ഷാകരമായ ക്ഷതം. അവർ ചെയ്തതെന്തെന്ന് അവർ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കി അവരുടെ വീഴ്ചകളോട് ക്ഷമിക്കുന്ന യേശുവിന്റെ ക്ഷതം. അത് ഉണങ്ങിപ്പോവുകയും ക്ഷമയുടെയും സൗഖ്യത്തിന്റെയും നീരുറവാകുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കുന്ന എല്ലാ മുറിവുകളും സൗഖ്യം പകരുന്ന ക്ഷതങ്ങളായി മാറുന്നു. കുമാരി ലൂസി കളപ്പുരയുടെ ആന്തരിക ക്ഷതങ്ങൾ അങ്ങനെ ഉണങ്ങിയിട്ടില്ലെന്ന് സാരം. കൗമാരപ്രായത്തിൽ ആരുടെയോ പ്രേരണയ്ക്ക് വശംവതിയായി സന്യാസത്തിന്റെ ആവൃത്തിയിൽ അഭയം തേടിയ ലൂസിയുടെ വ്രണങ്ങൾ ഇനിയും ഉണങ്ങിയിട്ടില്ലെന്ന് വാസ്തവം. കുമാരി ലൂസി കളപ്പുരയോട് അപേക്ഷിക്കാനുള്ളത് ഇതാണ്: മാന്യതയുണ്ടെങ്കിൽ സന്യാസ വസ്ത്രം ഊരിവെച്ച് പുറത്തു വരിക. ഒരു സാധാരണ പൗരന്റെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ആവോളം നുകരുക. അല്ലാതെ സന്യാസിനി മഠത്തിന്റെ ആവൃത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്നത് അല്പത്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.